ഹായ് ഫ്രണ്ട്സ്, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 7ാം ക്ലാസ് ഹിന്ദി 1ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാഠം ഒരു കവിതയാണ്. ശോഭ്നാഥ് യാദവ് എഴുതിയ ഖുദ് സേ പ്യാർ. ഖുദ് സേ അതായത് അവനവനോട്, സ്വയം, അവനവനെ തന്നെ സ്നേഹിക്കുക എന്നാണ് കവിതയുടെ അതായത് പാഠത്തിൻ്റെ അർത്ഥം. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. സൂര്യൻ്റെ അഗ്നിയോട്, ആഗ് എന്ന് പറഞ്ഞാൽ അഗ്നി, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അഗ്നി സ്വയം, സൂര്യൻ്റെ അഗ്നിയോട് ഇത്തനാ പ്യാർ കരേ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലേ, ഇത്രയും സ്നേഹമുണ്ട്, കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ബി അതായത് ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റ് ലോകത്തിനും, അതായത് സൂര്യൻ ഒഴികെയുള്ള എല്ലാ ലോകത്തിനും എന്ത് കൊടുക്കാൻ പറ്റുന്നു? ആ അഗ്നി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. ദരഖ്ത് അപ്നെ ഫൂലോं से इतना प्यार करे कि वह दे सके फूल दुनिया को भी. ദരഖ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ, മരം. അപ്നെ ഫൂലോं से അതായത് മരങ്ങൾ സ്വന്തം പൂക്കളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇത്തനാ പ്യാർ കരേക്ക് ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ബി അതായത് അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ആ പൂക്കൾ ആർക്ക് നൽകാൻ കഴിയുന്നത്? മരങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ബാദൽ അപ്നെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ബി അതായത് എന്താണ്? ബാദൽ കാർമേഘങ്ങൾ സ്വന്തം ജലത്തോട് ഇത്രയും സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ജലത്തെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകേ ജൽ ദുനിയാ കോ ബി അതായത് അതിനെ സ്നേഹിക്കുന്നത്, അതായത് സ്വന്തം ജലത്തെ മേഘങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ആ ജലം നൽകാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. അപ്പോൾ എന്താണ്? ഞാൻ എന്നെ ഇത്രയും സ്നേഹിക്കും. എന്തിനി? ദേ സക്കൂ പ്യാർ ദുനിയാ കോ ബി എന്തിനാ ഞാൻ എന്നെ സ്വയം ഇത്രയും സ്നേഹിക്കുന്നത്? മറ്റുള്ളവർക്കും, അതായത് ഈ ലോകത്തുള്ള എല്ലാവർക്കും സ്നേഹം നൽകാൻ, അതായത് സ്നേഹം നൽകാൻ വേണ്ടി ഞാൻ എന്നെ സ്വയം ഇത്രയും സ്നേഹിക്കുക. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെയും അതുപോലെ തന്നെ സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഖുദ് സേ പ്യാർ എന്ന കവിത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്